ജോൺസൺ മാസ്റ്റർ റൗണ്ടിലേക്ക് മലപ്പുറത്തിന്റെ സ്വന്തം ദയക്കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ദയ മോൾ ഓൺ സ്റ്റേജ്. ഹലോ 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 ഹായ്. നല്ല ഉടുപ്പ്, വെള്ള ഉടുപ്പിട്ട് എം ജെ അങ്കിളുമായിട്ടൊരു മാച്ചിങ് ഉണ്ട്. നല്ല മാച്ച് ഉണ്ട്. ബഡീസ് അല്ലേ? അതെ, നമ്മുടെ മേഴ്സിക്കുട്ടി അമ്മയാണ്. മേഴ്സിക്കുട്ടി. എന്തോ എന്തൊക്കെ വിശേഷങ്ങൾ, സുഖങ്ങളൊക്കെ തന്നെ? സുഖങ്ങളൊക്കെ തന്നെ. പാട്ടൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ പോകുന്നു. അതെ, എന്തിനു പറഞ്ഞു? പാട്ടുകളൊക്കെ കേട്ടിട്ട് എല്ലാവരും നന്നായി പെർഫോം ചെയ്യാൻ പറഞ്ഞ്, അതേപോലെ ഇതിനേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങണം എന്നും ഒക്കെ പറഞ്ഞു. നമുക്ക് സമയമുണ്ടല്ലോ. അതെ ഇങ്ങനെ റോഡ് ഇങ്ങനെ നീളം അടക്കുകയല്ലേ. അതെ, അപ്പൊ നമുക്ക് പതുക്കെ 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 നമുക്ക് എവിടെ എത്താം? ഫൈനലിൽ 100 ഫൈനലിൽ എത്താന്ന് തുടങ്ങിയില്ല. അനുദേവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് ദൂരെ ദൂരെ സാഗരം തേടി. അതെ, സിനിമ വരവേൽപ്പ്, മ്യൂസിക് ജോൺസൺ മാഷ്, ലിറിക്സ് കൈതപ്രം ദാമോദരൻ, പാടിയത് ചിത്രാമ്മ, വർഷം 1989. വെരി ഗുഡ്. എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാർ ആണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. दूरे दूरे सागरं तेरी
ഒരു സാന്ത്വനത്തിന്റെ മൗനം ഇല്ലേ, അതൊന്നുകൂടെ കൃത്യമായിട്ടൊന്ന് പാടിത്തരാമോ? ആ അപ്പൊ ആ ഭാഗത്തുനിന്ന് ഓക്കെ, ആ ഒരു സൈലൻസ് വരുന്നു, പിന്നെ കറക്റ്റ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, വൺസ് മോർ. അതാണ് നമുക്ക് അതിന് സന്തോഷമാണ് അവിടെ വയലിൽ നിന്ന് വന്ന നോട്ട്സ് കേട്ടാ. പറഞ്ഞാൽ കൃത്യമായിട്ട് വന്നല്ലോ എന്നുള്ളതിന് സന്തോഷമാണ് അവിടെ നിന്ന് വരണേ കേട്ടാ. നെയ്യുവതാരാണോ അവിടെയുള്ള സംഗതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനൊരു അപ്ലോസ് ആണ്. അതെ അതെ, അത് കൃത്യമായിരുന്നു, ഓരോ സ്ഥലത്തും വളരെ കൃത്യമായിരുന്നു കേട്ടോ. ആ ഈ താനേ തെളിഞ്ഞ രാവും അതെങ്ങനെ കുറച്ച് ക്രിസ്പായിട്ട് പാടാം. സാമഗാനങ്ങളെ പോലെ അങ്ങനെ കുറച്ച് കൃത്യമായിട്ടുള്ള നോട്ട്സ് ചില സ്ഥലത്ത് മാറിപ്പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ആ പാട്ടിൽ ഫുള്ളായിട്ട് വോയിസിൽ ഒരു വേറ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് മോക്ക് പാടാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പാട്ടിലൂടെ നമ്മൾ പോകുമ്പോഴത്തേക്കും അതിന് ഫൈനർ പോയിന്റ്സ് മനസ്സിൽ വെക്കണം. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് പാടാൻ പറ്റണം. ഓക്കെ, മേഴ്സിക്കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്, നന്നായിട്ട് പാടി. ഈ പറഞ്ഞ പോലെ എനിക്കും തോന്നിയത് ഒരു പേടി. അപ്പൊ പറഞ്ഞത് എംജിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാ. പേടിയില്ലായിരുന്നെങ്കിൽ ഇനിയും നന്നായിട്ട് പാടുമായിരുന്നു. പാട്ടൊക്കെ പാടുന്നുണ്ട് കറക്റ്റ് ആയിട്ട്, ആ ട്യൂണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ശരിയാക്കേണ്ടത്. പേടി മാറ്റുക കംപ്ലീറ്റ് ആയിട്ട്. ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ആരും പിടിച്ചിട്ടിക്കാനോ ഒന്നും പോകുന്നില്ല കേട്ടോ. അപ്പൊ മോള് നന്നായിട്ട് ഇനി അത് ശ്രമിക്കണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്റെ ദയക്കുട്ടി പേടിച്ചു പോയതാണ്, വേറെ ഒന്നുമല്ല. ഒരുപാട് ആലോചിച്ചോ? അല്ല, ഞാന് ഫസ്റ്റ് പാടുമ്പോ അവിടെ കൺഫ്യൂഷൻ വരുമോന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് പേടി കൂടി, അത് ഓർത്ത് പേടിച്ചാണ്. ഇനി അങ്ങനെ പേടിക്കണ്ട കേട്ടോ. നമുക്ക് പേടിയില്ലെങ്കിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇനി മുതൽ അങ്ങനെയൊക്കെ വരുമ്പോ ആ കേൾക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ് അവസാനം വരുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒരു വയലിന്റെ ഒരു സംഭവം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ബെല്ല് കഴിഞ്ഞിട്ടാണ് ആ പല്ലവി സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എത്ര ബാറാണ് കൗണ്ട് ചെയ്ത് വെക്കുക. പിന്നെ പേടിക്കാനില്ല. എഴുതി പഠിക്കാറുണ്ടോ പാട്ട്? അതോ കേട്ടിട്ടാണോ പഠിക്കുന്നത്? എഴുതി പഠിക്കാറുണ്ട്, കേട്ടിട്ട് രണ്ടും ചെയ്യാറുണ്ട്. അപ്പൊ എഴുതുമ്പോ അടുത്ത പ്രാവശ്യം മുതൽ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങള് കൺഫ്യൂഷൻ വരും എന്നുള്ള സ്ഥലം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതാം. ഇപ്പൊ ബെൽ സൗണ്ട്, ആഫ്റ്റർ ബെൽ സൗണ്ട് ഇത്ര 1 2 3 1 2 3 എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എഴുതിയത് പിന്നെയും കുറച്ചും കൂടെ ഓർമ്മയുണ്ടാവും. അപ്പൊ എഴുത്തൊരു എന്താ പറയാ, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കില്ലേ, അതുപോലെ നമുക്ക് ഓർമ്മയുണ്ടാവും, മനസ്സിന്ന് പിന്നെ പോവില്ല. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജസ്റ്റ് വരി മാത്രം എഴുതാതെ അതിന്റെ കൂടെ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കുഞ്ഞു 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 കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നോട്ട് ചെയ്യാം. ബ്രെത്ത് എടുക്കേണ്ട സ്ഥലം ബി, കുറച്ചും കൂടെ ബ്രെത്ത് എടുക്കേണ്ട സ്ഥലം ബി, വലിയ ബ്രെത്ത് എടുക്കേണ്ട സ്ഥലം എന്താ ചേട്ടാ, ബിഗ് ബി.
അങ്ങനെയൊക്കെ നമുക്ക് ചെറുതായി അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി നമ്മുടെ എല്ലാ സെൻസസും യൂസ് ചെയ്തിട്ട് വേണം പാട്ടൊക്കെ പഠിക്കാൻ. കാണണം, കേൾക്കണം. അത് പഠനം മാത്രമല്ല, എൻജോയ് ചെയ്യും വേണം. ഓക്കെ, ആ എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഇങ്ങനെ മറന്നുപോകും. നമ്മൾ ആ പാട്ട് കുറച്ചും കൂടെ നല്ലോണം പഠിക്കും, ടെൻഷൻ കുറയും, ശ്വാസം കിട്ടും. ഓക്കെ, അടുത്ത പ്രാവശ്യം അടിപൊളിയാക്കണം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ മേഴ്സിക്കുട്ടി അമ്മേ, എന്തോ ഇന്നത്തെ മാർക്ക് ഷീറ്റിൽ സ്കോർ വന്നിട്ടുണ്ട്. സ്കോർ ഇസ് 95 ഔട്ട് ഓഫ് 100. താങ്ക് യു. ഇനി പേടിക്കാതെ വരണം കേട്ടോ. ഇനി പേടി ഉണ്ടാവില്ല, കാരണം ഇപ്പൊ 2 സ്റ്റേജ് ആയല്ലോ. അപ്പൊ എല്ലാരുമായിട്ടും കൂട്ടായി, അതുകൊണ്ട് ഇനി പേടി കാണത്തില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചില ഡോക്ടർമാരൊക്കെ പറഞ്ഞു വിടുന്നത് മോക്ക് 2 ദിവസം കഴിയുമ്പോൾ ഈ പനി മാറും. ഈ മരുന്ന് കഴിച്ചാൽ മതി. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആര്യ ചേച്ചി, എത്ര നന്നായിട്ടാണ് ഇപ്പൊ നമ്മുടെ കുട്ടികൾ പാടുന്നത് അല്ലേ? എവരി വൺ ഇസ് ടാലന്റഡ്. കഴിവുള്ള ആൾക്കാർ എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. പക്ഷേ ടാലന്റ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കാണിക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ കിട്ടാറില്ല അല്ലേ? ട്രൂ, കറക്റ്റ് ആണ് പറഞ്ഞത്. ഇപ്പൊ മുന്നേ ഒന്നും ഇതുപോലത്തെ അവസരം അധികം അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ട് കുട്ടികളുടെ ടാലൻസ് ഒക്കെ നേരിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നത് ആണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ഒരു വീഡിയോ കണ്ടത്. ഉൾഗ്രാമത്തിൽ നിന്നുള്ള ഒരു കുട്ടി ഒരു പാട്ട് പാടുന്ന ഒരു വീഡിയോ. ശരിക്കും അൺബിലീവബിൾ പെർഫോമൻസ്. ഇപ്പൊ കെ-ഫോൺ ഉള്ളത് കൊണ്ട് അവിടെയൊക്കെ ഇന്റർനെറ്റ് ഉണ്ടല്ലോ, ലോകത്തുള്ള എന്ത് കാര്യങ്ങൾ പഠിക്കാനും ആരുടെ പെർഫോമൻസ് വേണമെങ്കിലും കാണാനും എല്ലാത്തിനും കെ-ഫോൺ അവസരം കൊടുക്കുകയാണ്. വെരി ട്രൂ ചേച്ചി. കുറച്ചു നാൾ മുന്നേ വരെ നമ്മുടെ മലയാളികൾക്ക് ഇന്റർനെറ്റ് പോയിട്ട് റേഞ്ച് പോലും ഇല്ലാതെ ഹലോ എന്നൊക്കെ വിളിച്ച് സിഗ്നൽ തപ്പി നടക്കുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷേ കെ-ഫോൺ വന്നതോടുകൂടി ഇപ്പൊ കഥ മാറിയിരിക്കുകയാണ്. അതെ, വളരെ റിമോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വരെ ഇപ്പം ഇന്റർനെറ്റ് അവൈലബിൾ ആണ്. കൊച്ചിയിലൊക്കെ ഒരു തുരുത്തിലൊക്കെ വളരെ നമുക്ക് മുന്നേ 2G സ്ഥലങ്ങൾ കിട്ടിയ സ്ഥലത്ത് തന്നെ നല്ല ഹൈസ്പീഡ് ഇന്റർനെറ്റ് ഇവിടെ അവൈലബിൾ ആണ്, വിച്ച് ഇസ് റിയലി ഗ്രേറ്റ്. ഇന്റർനെറ്റ് എല്ലാവർക്കും കിട്ടുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായ അവസരങ്ങളാണ് അവിടെ കിട്ടുന്നത്. അതാണ് സത്യം. കേരളത്തില് ഒട്ടുമിക്കെന്നല്ല, കേരളത്തിൽ മുഴുവൻ അതിന്റെ ഒരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാനും കെ-ഫോൺ ഉപഭോക്താവാണ്. ഞാനും കെ-ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതെ, അവരുടെ പ്ലാൻസ് ഒക്കെ ഭയങ്കര അഫോർഡബിൾ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ സെക്യൂർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണല്ലോ, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അല്ലേ? ഞാന് ഒരുപാട് സിനിമകൾ അവരുടെ OTT സർവീസ് നിന്നാണ് കാണുന്നത്. അത് വളരെ നല്ലൊരു സർവീസാന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇറ്റ്സ് ദ ബെസ്റ്റ് OTT പ്ലാൻ ഫ്രം കെ-ഫോൺ. അവർക്ക് OTT ഉണ്ടോ? ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഡെഫിനറ്റ്ലി. എന്തായാലും ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രോഗ്രസീവ് വെപ്പണാണ്. അതിന് കേരളത്തിൽ അർഹരായവർക്ക് സൗജന്യമായിട്ട് അത് കിട്ടുന്നു എന്നുള്ളത്, മറ്റുള്ളവർക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നു എന്നുള്ളത് നമുക്കും ഒരുപാട് സന്തോഷമുള്ള കെ-ഫോണിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആണ്, ഒരു നേട്ടം തന്നെയാണ് അല്ലേ? കേരള സർക്കാരിന്റെ ഒരു വിഷണറി പ്രോജക്റ്റ് ആണ് കെ-ഫോൺ. ഇപ്പൊ കൂടുതൽ മിടുക്കരായ ഒരു ജനറേഷനെ തന്നെ അത് സൃഷ്ടിക്കും. കാരണം ഇപ്പം കേരളത്തിൽ എവിടെയും ഇന്റർനെറ്റ് ഉണ്ട്. അതെ. MJ അങ്കിളെ, കാസർഗോഡ് ഒരു വില്ലാളി വീരൻ എത്താൻ പോവാണ് നമ്മുടെ ടോപ്പ് സിംഗറിലേക്ക്. വിളിക്കാം നമുക്ക്. ഒരു കിടിലൻ സോങ്ങുമായിട്ടാണ് വരുന്നത്. പെർഫോമൻസ് റൗണ്ടിൽ എത്തുന്നു റിജ്വൽ. വെൽക്കം. ഹായ്. മീനാക്ഷി ചേച്ചി അല്ല എന്നെ വില്ലെന്നൊക്കെ വിളിക്കുന്ന കണ്ട്. വില്ലാളി വീരൻ എന്ന് വെച്ചാ ആരാ? ഭയങ്കര നല്ല ആളെന്ന്. വില്ലാളി വീരെന്ന് വെച്ചാ ഭയങ്കര പവർഫുൾ ആളാണ്. ഞാൻ കേട്ടിനി. എടാ, അത് വില്ലനല്ല, വില്ലാളി വീരൻ. പണ്ടത്തെ രാജാക്കന്മാരെയൊക്കെ പറയുന്നത് വില്ലന്മാരെ ആളുന്ന വീരൻ. പറഞ്ഞു കൊടുക്കും മതങ്ങളെ അതാണത്. ഇവരൊന്നും പറയുന്നത് വിശ്വസിക്കണ്ട കേട്ടാ. പ്രശ്നക്കാരെന്നാണ് അതിന്റെ അർത്ഥം. അല്ലടാ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമല്ലേ? എന്നാണ് വിശ്വാസം? എന്നെ വിശ്വസിക്കടാ നീ. ആദ്യം സത്യം പറയുന്നവരാ. ആരാ സത്യം പറഞ്ഞാ അവരെ. ഇപ്പൊ ആരാ കള്ളൻ? ടെൻഷൻ തോന്നുന്നു. ഒരൊറ്റ ഒരാളാണ് കള്ളൻ, അത് ഞാനാണ് കള്ളൻ. അപ്പൊ സത്യം പറഞ്ഞ ആള് സത്യം പറഞ്ഞു. അതെ. ഇവിടെ ഏറ്റവും ഇഷ്ടം ആര്യാ? ആര്യ കുട്ടൂസ്. നീ നമ്മുടെ മുത്താണ്. ഒന്നാമത് അവന് ഗേൾസിനെ ഇഷ്ടമല്ല, പക്ഷെ ചേച്ചിനെ അവന് ഇഷ്ടമാണ്. അതാ കുട്ടൂസ് ആൺകുട്ടികളല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഇഷ്ടപ്പെട്ട പെൺകുട്ടികളൊക്കെ കുട്ടൂസ് എന്നാ വിളിക്കുന്നത്. ആണോ? അങ്ങനെയുണ്ടോ? ഓ, അത് ശരി. അപ്പൊ ആര്യ ചേച്ചിന് ഇഷ്ടമാ കുഞ്ഞിന്. അപ്പൊ ഇത് പെൺകുട്ടിയാണോ? നല്ല കുട്ടൂസ് വിളിച്ചേ. അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നല്ലോ. ആരെയാണ് പെൺകുട്ടിയാണോ? പെൺകുട്ടിയല്ല, പെണ്ണാണ്.
കുട്ടിയല്ല അതിനുള്ള അധികം പ്രായം ചോദിക്കണ്ട, ഞാൻ ഇഷ്ടം അവിടെ നിൽക്കട്ടെ. രുചില, ആ മുണ്ട് കസവ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. നല്ല സുന്ദരനായിട്ടുണ്ട് അതുകൊണ്ട്. ബെൽറ്റ് കിട്ടിയിട്ടില്ലേ? ബെൽറ്റ് ഒന്നിനോടുന്നു, ഇത് സ്റ്റിക്കറും ഉണ്ടാ. സേഫ് ആണോ? സേഫാ. ആ നീല ഷർട്ടും മുണ്ടും. ആ കോമ്പിനേഷൻ. പിന്നെ ഇതാണ് ഹെയർ സ്റ്റൈൽ എപ്പോഴും ഇങ്ങനെയാണോ? ഹെയർ സ്റ്റൈല്. ആ മുടി വെട്ടുന്നത് മുടിയുടെ ഓ, മുടി ചീകണ സ്റ്റൈല്. മുടി ചീവാറുണ്ടോ? ചീകറുണ്ട്. ഇത് കണ്ടിട്ട് ചെയ്യുന്നു തോന്നുന്നില്ലല്ലോ. ഉറക്കത്തിന് എഴുന്നേറ്റ് വന്ന പോലെയുണ്ട്. എന്റെ കുട്ടിയെ ഒന്നും പറയരുത്, മതി. ആര്യ കുട്ടൂസ് എന്റെ ഭാഗത്തുണ്ടാവോ? ആ, നല്ലോണം പാടിയാ ഞാൻ ഭാഗത്തുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ അയൽക്കാരല്ലടാ. നീ കാസർഗോഡ്, ഞാൻ കണ്ണൂര്. അപ്പൊ ഷേക്ക് ഹാൻഡ്. ഞാൻ നിന്റെ കുട്ടൂസ് ആണെങ്കിൽ നീ എന്റെ കുട്ടനാണടാ. ഏത് അപ്പൊ പാട്ടാ okay. പാടുന്നേ? മറക്കുടയാൽ മുഖം മറയ്ക്കുമാനല്ല. അപ്പൊ പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. മൂവി മനസ്സിനക്കരെ, ആ. ഇയർ 2003, ഉം. മ്യൂസിക് ഇളയരാജ സാർ, ആ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്, ആ. സിംഗർ MG ശ്രീകുമാർ സാർ. ഓക്കെ, വെരി എം ഗുഡ്. ജി ആണെന്ന പാട്ടാണ്. എം ജി ആണെന്നൊരു ഹായ്. ഹായ്, ഹലോ ചേട്ടാ. യെസ്. നന്നായിട്ട് പാടണം. പാടാം. നിന്നിൽ മാത്രമാണ് എന്റെ പ്രതീക്ഷ. ഭയങ്കര സ്നേഹമായിപ്പോയല്ലോ. അതെ, അതെ. ഒറ്റ വാക്കുകൊണ്ട് നമ്മള് ഭയങ്കര സ്നേഹമാണ്. മനം കീഴടക്കി. അത് മനസ്സിലായില്ലേ? 100 മേടിച്ചിട്ടേ പോകുന്നുള്ളൂ. അതാ പോകുന്നുള്ളൂ. 100 മേടിച്ചേ പോകുള്ളൂ. ആ ഒരു എനർജിയില്. ഓക്കെ, നമുക്ക് നോക്കാം. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി Ready, ബെസ്റ്റ്. all the best. അതാണ് എന്റെ റിജുക്കുട്ടൻ. All the best. ഓൾ ദി ബെസ്റ്റ് ഡാ. താങ്ക് യു. യെസ്. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. പൂനിലാവല്ല പുലർവേളയിൽ, മുല്ലയാവില്ല മൂവന്തിയിൽ, അവളല്ലയാമ്പലല്ല കുഞ്ഞു തെന്നലേ, കുറുമ്പിന്റെ മറക്കുടയാ മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. മുണ്ടകം പാടത്തെ മുത്തും പവിഴവും കൊയ്യാനെത്തണ പ്രാവാണ്, തങ്കക്കിടാങ്ങളെ തഞ്ചിച്ചും കൊഞ്ചിച്ചും താരാട്ടാനുള്ള പാട്ടാണ്. മുണ്ടകം പാടത്തെ മുത്തും പവിഴവും കൊയ്യാനെത്തണ പ്രാവാണ്, തങ്കക്കിടാങ്ങളെ തഞ്ചിച്ചും കൊഞ്ചിച്ചും താരാട്ടാനുള്ള പാട്ടാണ്. പാലാഴിത്തിങ്കൾ വന്നുകൊണ്ടു തന്ന പാൽക്കുടം, പൂക്കാലമെന്റെ ചുണ്ടിലുമ്മ വച്ച തേൻകണം, ഉള്ളിനുള്ളിൽ തുമ്പിത്തുള്ളും ചെല്ലച്ചെറുപ്രായം. മറക്കുടയാ മുഖം മറയ്ക്കും, മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൻ മിഴിയെഴുതും മീനല്ല.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇവൻ മാനല്ല, ഇവൻ മീനല്ല, ആ. ഇവൻ നമ്മുടെ 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 പുലിയാണ്. സ്വന്തം പുലി. പുലി. വാ. ഉജ്ജ്വൽ കുട്ടൻ. Yes. എങ്ങനെ പാടിയടേ? പ്രാക്ടീസ് ചെയ്ത് അപ്പൊ ഇപ്പൊ പാടിയപ്പോ എന്ത് തോന്നുന്നു? അതെ. വരികള് കുറച്ച് തെറ്റിയ പോലെ. തെറ്റിയ പോലെയല്ല, തെറ്റി. പിന്നെ പിന്നെയോ? പിന്നക്ക് അത്ര മാർക്ക് കിട്ടില്ല. അതാരെങ്കിലും ചോദിച്ചോ? അപ്പൊ അത്ര മാർക്ക് കിട്ടില്ല. ഋജുലാണോ തീരുമാനിക്കണേ മാർക്ക് എത്ര കിട്ടുന്നത്? വരി മറക്കുന്നതല്ലേ? ആ. അത് വലിയൊരു തെറ്റാണോ? അല്ല. അപ്പൊ പിന്നെ അവൻ എങ്ങനെ മാർക്ക് കുഴപ്പമില്ലല്ലോ. കുറയ്ക്കുന്നത്? എന്താടേ? എന്തുവാടേ? എന്തോന്നടേ? എന്തിനടേ? എന്തോടാ? എന്തുവാടാ? തിരിച്ചിങ്ങോട്ട്. ഈ മാനല്ല, അത് 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 ഭയങ്കര ഇതാണ്. ഒരുപാട് ശബ്ദത്തിൽ പാടണം തോന്നുന്നു. പഠിക്കേ. മാനല്ല ആ, ഒരു സ്നേഹത്തിൽ പാട്. മാനല്ല ആ, ഉം. മഷിക്കറുപ്പാൽ പാട്. മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. ആ, ആ. അത്രയും മതി. പിന്നെ കുറുമ്പിന്റെ ആദ്യം പാടി ഇങ്ങനെ. അവിടെ ഒരു കുറുമ്പ് കുറവുള്ള പോലെ ഒരു തോന്നൽ. നീ ഭയങ്കര കുറുമ്പനാ, പക്ഷെ അവിടെ കുറുമ്പ് കുറഞ്ഞു പോയി. അല്ലിയാമ്പലല്ല കുഞ്ഞു തെന്നലെ തെന്നലെ. പാടൂ. അവളല്ലയാമ്പലല്ല കുഞ്ഞു തെന്നലേ കുറുമ്പിന്റെ ആ, നാ, 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 നാ. കുറുമ്പിന്റെ ആ, കറക്റ്റ്. ഇപ്പൊ കറക്റ്റ്. അവസാനം പാടിയതും കറക്റ്റ് ആയിരുന്നു. പിന്നെ ആ. ചെല്ലച്ചെറു പ്രായം എങ്ങനെ പാടിയ? ചെല്ലച്ചെറുപ്രായം ചെറുപ്രായം അത് നോട്ട് കുറച്ച് വ്യത്യാസം പോലെ തോന്നുന്നുണ്ട്. പ്രായം അതൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. അത് ഒറിജിനൽ കേട്ടിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യണം. പ്രായം. പ്രായം ആ. ആ, ആ, അത് കൃത്യമാണ്. അത് എം ജി ആണം പാടിക്കുന്നത് സൂപ്പറാണ്. അതെ. എം ജി ആണിനെ പോലെയൊന്നും നമുക്ക് ആർക്കും പാടാൻ പറ്റൂല. അതുപോലെയൊക്കെ പാടാനായിട്ട് നമുക്ക് അതെ. ട്രൈ ചെയ്യാം. പക്ഷെ ചില ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ, അടിച്ച് കസറി. അതെ അതെ അതെ. കസറി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പാടാൻ പറ്റുമെന്നുള്ള രീതിയിൽ കസറി. പിന്നെ അവന് കുറച്ചൊന്ന് താത്തി പാടി. എനിക്ക് ഒന്ന് മേളിൽ പാടുമ്പോ ഭയങ്കര സ്ട്രെയിൻ ഉണ്ടോ മോന്? ട്രെയിൻ അത്രയായിട്ട് തോന്നുന്നില്ല. കേൾക്കാൻ ഭയങ്കര ഇങ്ങനെ കഷ്ടപ്പെട്ട് പാടുന്ന പോലെ ഉണ്ട്. അത് നമുക്കൊരു എഫക്ട് തോന്നാൻ വേണ്ടി അങ്ങനെ ചെയ്യണതായിരിക്കും. ആണോ? എഫക്ട് തോന്നാൻ വേണ്ടി ചെയ്യുന്നതാണോ? അവന് സ്ട്രെയിൻ ഒന്നുമില്ല, ഒരു സ്ട്രെയിനും ഇല്ല. ചെറുങ്ങനെ ഒന്ന് താത്തി നോക്കിയിട്ട് പാടാം. ഹൈ പോർഷൻ. കസ്തൂരി കാറ്റു വന്നു കൊണ്ടു തന്ന പൂമണം കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. സ്ട്രെയിൻ ഉണ്ട്. നമുക്കപ്പോ പാവല്ലേ? പാവ ഋജുക്കുട്ടനാണ്. നമുക്കപ്പോ കുറച്ച് സ്കെയിൽ അങ്ങനെ സ്ട്രെയിൻ തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് കുറച്ചിട്ട് പാടിയാലും മതി കേട്ടോ. ഒരു കുഴപ്പമില്ല. ഓക്കെ, നല്ല പവർഫുൾ വോയിസ് ആ മോൻ്റെത്. അത് കറക്റ്റ് എവിടെയാ യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് പാട്ടൊക്കെ നന്നായി പ്രസന്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് ഋജുക്കുട്ടാ. താങ്ക് യു. കുട്ടൂസേ എന്തോ ആ നന്നായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. വളരെ നന്നായിട്ട് പാടി കേട്ടോ. വരികൾ മറന്നുപോയി, ഓക്കെ, വലിയ ആൾക്കാർക്കും പറ്റും. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇപ്പൊ ഹൈ പിച്ച് കൂടുതലായതുകൊണ്ട് കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു ഹൈ പിച്ച് പാടുന്ന സമയത്ത്. പ്രത്യേകിച്ച് ആ ഊമണം എന്നുള്ളത് ഹൈ പിച്ച് പോകുമ്പോൾ എന്നുള്ള ശബ്ദമായതുകൊണ്ട്, ക്ലോസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് കുറച്ചും കൂടി സ്ട്രെയിൻ തോന്നും. നമ്മുടെ ഋചിക്കൂട്ടം മിടുക്കനായിട്ടുള്ളൊരു സിംഗറാണ്. ശരി. ആ, പുലിയല്ലേ? അതേ നേരത്തെ പറഞ്ഞില്ല ഇവിടുത്തെ പുലിയാണെന്ന്. ഇനി പുലിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. ഓക്കെ. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം. തൃക്കൈയിൽ കരുതുവാൻ നറുവെണ്ണയും, നൽകുവാനൊരു ദിനം അരികിലെത്താം. ഗുരുവായൂരമ്പല നടയിലെത്താം. കണ്ണനു നേദിക്കാം കദളിപ്പഴം, കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം. ആ, super. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്.
എന്തായാലും മോനത് ചോദിച്ചില്ലേ, അതിനൊരു താങ്ക് യു. ഹാപ്പി ആണോടാ? വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മള് പോവല്ലേ? ടാറ്റാ. Bye. മാർക്ക് തന്നിട്ട്. അല്ല ഈ റൗണ്ടിൽ ആർക്കും മാർക്ക് കൊടുക്കാറില്ല. അതെ അതെ. ആ ഇത് ഏത് റൗണ്ട് പെർഫോമൻസ് അല്ലേ? അതെ, ആ, പെർഫോമൻസ് ഇത് റൗണ്ടിൽ ആർക്കും മാർക്ക് കൊടുക്കാറില്ല. അതെ അതെ. പിന്നെ വരി മറന്നു പോകുമ്പോ നമ്മളത് ക്യാൻസൽ ചെയ്യും. ചതിക്കാണടാ, ഇത് ചതിയാ. നേരത്തെ കൊടുത്തതാ, തൊട്ട് മുന്നേ വന്ന് കുട്ടിക്ക് കൊടുത്തതാ. കൺഫ്യൂഷൻ ആക്കല്ലേ കൊച്ചിനെ. എന്തോ ആലോചിക്കുക. കൊച്ചിന് കൺഫ്യൂഷൻ ആക്കിയിട്ട് പറയാണ്, കൺഫ്യൂഷൻ ആക്കല്ലേ കൊച്ചി. കൺഫ്യൂഷൻ തീർക്കണമേ, തീർക്ക്. ഋജുക്കുട്ടന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ഓക്കെ, മാർക്കിൽ പോവാം. ആ 95, അല്ല 96, അല്ലേ അല്ല 96.5. അതെ. Chikutan is going to be awarded 96.5 96.5 out of 100 today. താങ്ക് യു സർ. പുലി, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. ഇനി നമുക്ക് അടുത്തതിൽ എത്ര വാങ്ങണം? 100 വാങ്ങണം. ഓക്കെ, ടാറ്റാ. പോയി പാട്ട് പഠിച്ചോ കേട്ടോ. ബൈ. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല. വെള്ളം വെള്ളം നോക്കണേ അവിടെ. മുമ്പോട്ട്. ഇറങ്ങി നടന്നു. ഒത്തിരി വർത്താനം പറയുന്ന ഒരാളെ നമ്മൾ ഇനി വിളിക്കാൻ പോകുന്നത്. അതാരാ? കോട്ടയത്തു നിന്നും നമ്മുടെ ഒരു ജുവൽ എത്താണ്. ലെറ്റ്സ് വെൽക്കം ജുവൽ മേരി ഓൺ സ്റ്റേജ്. എന്തു പറ്റി? ഒരു ചിരി. ഓ, കുട്ടി പേടിച്ചാ വരുന്നത്. അതാണ് കാര്യം. ഇതെന്താ കുട്ടി പേടിച്ചാ വരുന്നത്. ജുവൽ ഇങ്ങനെയല്ല. എന്ത് പറ്റി കുഞ്ഞെ? അല്ല, ഇതുപോലെ ആരോ ഞാൻ കണ്ടതായിട്ട് ഓർമ്മ ഒരു സിനിമയില്. ഇതാരാ? അത് പല ഭാഷയിൽ ചിലപ്പോ ട്രൈ ചെയ്യേണ്ടി വരും. കഥാപാത്രത്തെ അവഹിച്ചതാ. ഓക്കെ. അതെ, ആ കഥാപാത്രം എന്റെ മനസ്സിലേക്ക് വന്നത് ഇതുപോലെ കണ്ണട വെച്ചിട്ട് മുല്ലപ്പൂ വെച്ചിട്ട് ഇതുപോലെ തുടുപ്പൊക്കെ ഇട്ടിട്ട് അതാരാ കഥാപാത്രം? മഞ്ജു വാര്യരാണോ ഒരു സംശയം. എക്സാക്ട്ലി. വരമഞ്ഞള ആ പാട്ടിൽ ഇങ്ങനെ ഇതുപോലത്തെ ഒരു വേഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പാടുന്ന. പിന്നെ പേടിച്ച് ആ സ്റ്റേജിലേക്ക് വരണേ. അതാണു. അതാണു. ഓക്കെ. മുല്ലപ്പൂ സൂപ്പറാണേ. അതും ഉണ്ടായിരുന്നു. ഒറിജിനൽ അല്ലേ? മണം ഉണ്ടോ അടുത്ത് മീനൂട്ടി? ഒറിജിനൽ 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 ശരിക്കും മണയില്ലല്ലോ. ഒറിജിനലാണെന്ന് പറഞ്ഞോളാം. ഓക്കെ. അറിയാമോ ഡീറ്റെയിൽസ് ഒക്കെ? ഡീറ്റെയിൽസ് പറഞ്ഞേ മഞ്ജു. മൂവി പ്രണയവർണ്ണങ്ങൾ. ലിറിക്സ് സച്ചിദാനന്ദൻ പുഴങ്കര സർ, വിദ്യാസാഗർ സർ. മ്യൂസിക് ഓക്കെ. സിംഗർ സുജാതന്റി. ഇയർ ഇത് ദാസേട്ടനും പാടിയിട്ടുണ്ട്. അതുണ്ട്. ഇല്ലേ? പാടിയിട്ടുണ്ട്. അതിന് കുഴപ്പമുണ്ടായോ പാടിയിട്ട്? ഇല്ല. നല്ലതല്ലേ? ഓക്കെ. പിന്നെ ഇയർ 1998. രാഗ കാപ്പി. ഇത് എവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്? അതൊക്കെ കണ്ടുപിടിച്ചു. നല്ല ഡികോക്ഷൻ കോഫിയാണോ അതോ ഫിൽറ്റർ കോഫി അതോ കുംഭകോണം ഡിഗ്രി കോഫി? രാഗ കോഫി. കോഫി. യെസ്, മിടുക്കിയാണ് കേട്ടോ. കോഫി രാഗ. ഓക്കെ. പാട്ട് പാടിയത് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരുന്നു. ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു? ആൾക്കാരെന്ന് വെച്ചാല് ആദ്യത്തെ ഓഡീഷന്റെ കണ്ടിട്ട് മിടുക്കി കുട്ടി എന്തുവാ എന്താ ആങ്കർ ആവാനുള്ള ഇത് മിനുട്ടി സൂക്ഷിച്ചോട്ടോ. അതെ, അതാണ് ഇടയ്ക്കിടയ്ക്ക് മിനുട്ടി പിടിക്കണേ. അവര് ചുമ്മാ പറഞ്ഞ അല്ലല്ല, അവക്കറിയാം അവക്ക് ആ കഴിവുണ്ടെന്ന്. കൽപ്പന ചേച്ചി ചെറുതായി വന്ന പോലെ ഉണ്ട്. അല്ലല്ല, പിന്നെ അംബിക ചേച്ചിയുടെ കൂട്ടിരിപ്പുണ്ട്. ശരിയായിട്ട് പറഞ്ഞപ്പോ പഴയ അംബിക ചേച്ചിയുടെ ഒരു ഛായ വരുന്നുണ്ട്. പിന്നെ നല്ല സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ട്. ആര് പാടി? നമുക്ക് അങ്ങനെ തോന്നിയാ? ഓഡിഷൻ തന്ന് നന്നായിട്ട് പാടിയോണ്ടല്ലേ എന്നെ സെലക്ട് ചെയ്തത്. അത് വിഷമിപ്പിക്കാണ്ടിരിക്കാൻ പറഞ്ഞല്ലേ? ഇവിടുന്ന് കുട്ടികൾ വിഷമിക്കുന്ന ജഡ്ജസ് അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല വിഷമിക്കണത്. എന്ത് പറഞ്ഞാലും മീനൂട്ടിനെ നോക്കി ഇങ്ങനെ നിൽക്കും. ഒന്നും പറഞ്ഞിങ്ങനെ. അല്ല, എല്ലാരും നല്ല അഭിപ്രായമാണ്. എന്നാ കേട്ടോ, ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. പേടിച്ചു. അല്ല, വേറൊരു കാര്യം ചോദിക്കട്ടെ, അമ്മ കൊണ്ടുപോയോ പറഞ്ഞ സ്ഥലത്തൊക്കെ? അത് ഷൂട്ട് കഴിഞ്ഞ് മിനിസോയിലല്ല, ഞാൻ പറഞ്ഞ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോ ഫോറം മാളിൽ കൊണ്ടുപോയി. അതാകുമ്പോ ഫോറം മാളിനകത്ത് മിനിസോയും ഉണ്ട്, പിന്നെ ക്രോസ് വേർഡിൽ പോണോ? ക്രോസ് വേർഡിൽ ബുക്ക് സ്റ്റോർ. അതെ അതെ, ബുക്സ് വായിക്കും അല്ലേ? ക്രോസ് വേർഡിൽ എന്റെ ജീവനാണ് ഇരിക്കുന്നത്. ആണോ? ഐ ലിവ് ഓൺ ബുക്സ്. വെറുതെ അല്ല, യു ആർ എ നെർഡ്.
കൈൻഡ് ഓഫ്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. പ്രണയ
നൈസ് വെരി നൈസ് Beautiful. മോളെ വെരി നൈസ്. ജുവൽ മേരി റെജി, എന്താ സർ? പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പാടിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. എങ്ങനെ തോന്നുന്നു? നന്നായിരുന്നോ? എന്തെങ്കിലും എവിടെയെങ്കിലും പ്രശ്നങ്ങൾ? ചെറുതായിട്ട് എവിടേക്കാ? പുലരിതൻ അവിടെ എത്തിയില്ല. കറക്റ്റാ. പിന്നെ പിന്നെ ചെറുതായിട്ട് ഇടയ്ക്ക് പിച്ചു പോയില്ലേ? ആ ചെറുതായിട്ട്. കറക്റ്റാ. പിന്നെ 2 പോയിന്റ്സ്. അടുത്തത് പിന്നെ പിന്നെ അനുപല്ലവിയില് ആ കനവുകളെഴുതിയ അവിടെ എത്തിയില്ല. കറക്റ്റ്. ചരണത്തിൽ മിഴിപ്പിൻ അവിടെ തുടങ്ങിയപ്പം സ്ലിപ്പായോ? ഒരു ചെറിയ ലാഗ് പോലെ പെട്ടെന്ന് ചാടി എടുത്ത പോലെ ഒരു ഫീൽ തോന്നും. അവളെ അവളെ ഈ കൈയും കൂടെ അങ്ങനെ ചലിക്കുന്നുണ്ടല്ലോ, ആ കൈ നമുക്ക് ഒന്ന് ഒഴിവാക്കി പാടാൻ പറ്റുമോ? അവളെ യെസ് വന്താച്ച്. ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി പറയേണ്ട കാര്യമേ ഇല്ല. ഒരു കുഞ്ഞു മഞ്ജുവാരിൽ നിന്ന് പാടുന്ന പോലെ കഴിഞ്ഞ സീസണിൽ നമുക്കൊരു ഷീലാമ്മ ഉണ്ടായിരുന്നു. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. പുള്ളിക്കാരി ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിച്ചു തുടങ്ങി. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവൽ കുട്ടിക്കും അങ്ങനെ ഒരു ചാൻസ് വരുന്ന സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ടിങ്. ആക്ടിങ് ഭയങ്കര ഇഷ്ടമല്ലേ? എന്റെ മനസ്സിൽ തോന്നി MJ ഒരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്. MJ ചാൻസ് കിട്ടും, നിർബന്ധമായിട്ടും ഒരു ചാൻസ് കിട്ടും. നായികയായിട്ടാണോ? സഹനടി. എന്തായാലും കുഴപ്പമില്ല. ഹീറോ ആര് വേണം? ഹീറോ ആരെ വേണ്ടേ? ആരെ വേണേ വെക്കും. ആസിഫ് അലി, പൃഥ്വിരാജ്, ദുൽഖർ, ടൊവിനോ. ഇല്ലേ കാര്യം ചെയ്. എനിക്ക് മോഹൻലാൽ സാറിനെ അത് മതിയല്ലേ? ലാലേട്ടന്റെ നായികയാണ്. ഒരാള് വേറെ റെഡിയായി നിൽക്കുന്നുണ്ട് ഇവിടെ. തൊട്ടടുത്ത് നിൽക്കണു. ഞാനോ? അതാ നായികയല്ലോ, അത് മോളെ പോലെയല്ലേ? എന്താ മിനുങ്ങും മിന്നേ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കണേ? നല്ലൊരു ജഡ്ജ് ആവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കഴിവും കൂടി കാണുന്നുണ്ട്. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഗോഡ് ബ്ലെസ് യു മഞ്ജു വാര്യർ. ജുവൽ, ഇത് പഠിക്കേ. സർട്ടിക സർട്ടി സനി പസർട്ടിക സർട്ടി നിസ സത്യക്ക സത്യ സനി പസത്യക്ക സത്യ നിസ ഗഗമ രി ഗരി സനി സ ഗഗമ രി ഗരി രി ഗഗമ രി ഗ സരി സനി സഗമ രി ഗ സരി സരി ഗരി ഗരി സനി സരി പരി സനി സരി ഗരി ഗരി സനി സരി സ ഗമ ഗമ സഗമ പരി മഗരി സരി നി സഗമ ഗമ സഗമ പരി മഗരി രി ഗമ ഗമ സഗമ പഗമ ഗരി ഗമ ഗമ സഗമ പരി മഗരി രി ട ട ട ട ട സനി പസത്യക്ക സത്യക്ക 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 സുന്ദരിന ആകാശ പൊന്നാനി നിലകളിലായെത്തി തൊട്ടേ വരാം. ഞാനും വിചാരിക്കും ആദ്യം ജുവലാന്ന് ഓർത്തു. പിന്നെ കുറച്ചേരം തിരിഞ്ഞപ്പോ അവള് മിണ്ടണില്ല. ഏതോ മൈക്ക് ഇവിടെ ഓണായി കിടക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടായിരുന്നു. ഇത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയതാരാ? ഇളയരാജ സാറിന്റെ കോഫി. അപ്പൊ ഇപ്പൊ നമ്മൾ കേട്ടത് വിദ്യാസാഗർജിയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫിയാണ്. പക്ഷെ ഇതിനകത്ത് ഒരു കുഴപ്പമുണ്ട്. സൂചിച്ച് പാടിക്കുന്നത് അസാധ്യമാണ്. ചിന്തിക്കാൻ പറ്റുന്നതിന് മേളിലാണ്. പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആണ് മക്കളെ ഈ പാട്ട് പാടാൻ. പിന്നെന്താ വെച്ചാൽ ഓർക്കസ്ട്ര വളരെ മിനിമലാണ്. അപ്പൊ ഓർക്കസ്ട്രയുടെ ഉള്ളിൽ നമുക്ക് ഒളിച്ചു കളിക്കാൻ പറ്റൂല. ഇതിലിങ്ങനെ വോയിസ് ആണ് മെയിൻ ആയിട്ട്. കാരണം ഇതൊരു ഗാന കവിതയാണ്. എന്താണ് ഗാന കവിത? കവിത എഴുതിയിട്ട് പാടുന്നല്ലേ? അങ്ങനെയല്ല, ഇത് ഒരേ സമയം ഇറ്റ്സ് എ സോങ് ആൻഡ് പോയം. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഗാന കവിത എന്ന് പറയുന്നത്. അപ്പൊ വെരി ഫസ്റ്റ് നോട്ടിലെ വരമഞ്ഞ
വരമഞ്ഞ മഞ്ഞളാടിയ ആ കറക്റ്റ് ആ പാല് കറക്റ്റായിട്ട് വേണം. ആ വരമഞ്ഞളാടിയ അത് നിമിനേരം. നിമിനേരമിന്ദിനോ. നിമിനേരം എന്ന് പറഞ്ഞാൽ എന്താ? ഇച്ചിരി നമ്മൾ നേരം. കണ്ണടച്ച് തുറക്കുന്ന ആ ഒരു നേരം. അപ്പൊ അത് വളരെ ബ്യൂട്ടിഫുൾ ആണ് ആ നിമിനേരം എന്നുള്ളത്. അപ്പൊ അത് ശ്രുതി ചേരണം. തുടക്കത്തിലുള്ള മോള് പാടുന്നതൊക്കെ കുറച്ചും കൂടെ ഹസ്കി ആയിട്ട് പാടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ. ശബ്ദം തുറക്കണ്ട. രാവ് വരമഞ്ഞളാടിയ വരമഞ്ഞളാടിയ രാവിന്റെ അത് മാറിൽ. ഇങ്ങനെ കുനിഞ്ഞൊന്നും നിൽക്കണ്ട. അതിനുവേണ്ടി ഹസ്കിയായിട്ട് പാടാൻ അത്രയും ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി Soft. ആ. നിമിനേരമിന്ദിനോ തേങ്ങി നീലാവിൻ. അത്രയും തേടെ ആ. Soft. തുടി തേ എ ഈലേക്ക് വരട്ടെ. തേങ്ങി ആ ആ സംഗതി ശരിയാക്കിയാൽ മതി. അപ്പൊ അങ്ങനെ ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയും ഏറ്റക്കുറച്ചിൽ. നിമ്നോന്നതമായിട്ടെന്ന്. Yes. ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ വേണം, എന്നാലേ ഈ പാട്ട് ഫീൽ ചെയ്യുള്ളൂ. നല്ല മിടുക്കിമാരിൽ മിടുക്കിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്കിൾ ഇതൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ. ജുവൽ ബേബി എന്തോ കൊമോ വാച്ചു. ഫ്രഞ്ചാ, ഞാൻ ഇപ്പൊ പഠിച്ചതാ. ചേച്ചി പഠിച്ചുകൊണ്ട് വന്നതാ. ആ, എന്തെങ്കിലും തിരിച്ചു പറ. വിലകളെല്ലാം അത് കേട്ടിട്ടില്ല. bien merci à toi. ആ, അത് ശരിയാ. എങ്ങനെയുണ്ട്? അതെനിക്കറിയില്ല. ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ, ചെറിയൊരു ചോദ്യം. ഇപ്പൊ പാടിയ പാട്ടില് ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ പേരിന്റെ പകുതിയുണ്ട്. അത് ആരുടെയാന്ന് പറഞ്ഞേ? എനിക്കറിയാം. എനിക്കറിയാം. മിണ്ടില്ല ഞാൻ. എനിക്കറിയാം. ആർക്കും പറഞ്ഞു കൊടുക്കല്ലേ. പറഞ്ഞ നല്ല മാർക്കൊക്കെ തരാം. എടാ നല്ലൊരു ചാൻസ് ആയത് എന്റെ അഭിപ്രായത്തിൽ. പേരറിയുന്നയാ, ജുവലിന്റെ അറിയുന്ന ആളാ. ആണോ? ആ, അതെ അതെ, നല്ലോണം അറിയുന്ന ആളാ. നല്ലോണം അറിയാം. മഞ്ഞയോ? ആ ലൈനിലാണോ? ആ ലൈനിലാണോ? ഒന്ന് പാടി നോക്കടാ. കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാ. അവളുടെ എക്സ്പ്രഷൻ അതെ 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 അതെ. പാട്ടൊക്കെ അടിപൊളിയായിട്ട് നല്ല ഇൻവോൾവ് ആയിട്ട് പാടുന്നുണ്ട്. നല്ല പറഞ്ഞ പോലെ നല്ല ടഫായിട്ടുള്ള ഒരു സോങ് ആണ്. ഓൾസോ എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളുടെയും ഫേവറേറ്റ് സോങ്സിൽ ഒരു പാട്ടാണ് Yes. വരമഞ്ഞളാടിയ. ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും അതല്ലേ? എല്ലാ പാട്ടുകളും അതെ. ആരോ വിരൽ നീട്ടി എന്ന് പറഞ്ഞ Yes. പാട്ടും ഒരുമിച്ച് പാടാം. എന്നോട് പഠിക്കട്ടെ. ഓ, പാടിക്കോ. പിന്നെന്താ. എന്താ? വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിലേ ഏതോ മിഴിനീരിൽ ശ്രുതി മീട്ടുന്നു മോഹം താരും തലോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ വിരഹാദ്രയായ സന്ധ്യേ ഇന്നാരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ സൂപ്പർ. അപ്പൊ ഇതും എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. നേരത്തെ പറഞ്ഞ എന്റെ മാത്രമല്ല എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അതെ. സോങ്സ് ഉള്ള മൂവിയാണ് കണ്ണാടി കൂടും കൂട്ടി അങ്ങനെ പാട്ടുണ്ട്. അതെ, പ്രണയവർണ്ണങ്ങൾ. അതെ. നല്ല അടിപൊളി. ഒത്തിരി 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 സ്വപ്നങ്ങൾ. ആ, ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. ആലേലോ പുലേലോ ആലേ പുലേലോ ആലേലോ പുലേലോ ആലേ പുലേലോ. യെസ്. അപ്പൊ ഇന്ന് മാർക്ക് എന്ന് പറയുന്നത് ആലേ പുലേലോ ഔട്ട് ഓഫ് 100. നല്ലൊരു മാർക്ക്. ഓക്കെ ആണോ? ആ, അതെ. ഓ പൂക്കുച്ചി എന്തൊരു സന്തോഷം. അപ്പൊ എത്രയാണ് ഈ ആലയിലോ പുലയിലോ? ആലു എത്ര ആലുവയോ? അത്? അതിനൊരു ആലു തീരുമാനം പൊറോട്ട. ഉണ്ടാവും. ആലുവയോ? ആലു പൊറോട്ട. ആലു പൊറോട്ട. ആലു പൊറോട്ട. Okay. വിശക്കുന്നുണ്ടല്ലേ? ആലയിലോ പുലയിലോ ഇന്ന് എത്രയായിരിക്കും പറഞ്ഞ്? ഒരു 97.
അതുവരെ എത്തിയോ? ഇല്ല. ഇച്ചിരി കുറച്ച് വേണം. 96, കുറച്ചും കൂടെ ഇച്ചിരി 5, ഇച്ചിരി താഴോട്ട് കൂട്ടാൻ പോയല്ലേ? 96, പോയിന്റ്സ്. അതിന്റെ കൂടെ കുറച്ചൊരു ശർക്കരയും കൂടെ ചേർത്ത്. 96.75. എത്രയാ It is going to be 96.25 out of 100. അവളുടെ കവിളിൽ തൊടുവിരലാലെ കവിതകളിൽ ഹാപ്പി അല്ലേ? ഇനി നേരെ സിനിമയിൽ അഭിനയിക്കാം അല്ലേ? MJ ഞങ്ങൾ ഉടനെ വിളിക്കും. എനിക്ക് വേറൊരു കാര്യം തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ സിവിൽ സർവീസസ് ഉണ്ടല്ലോ, എനിക്ക് IAS ആവണമെന്ന് ആഗ്രഹം. ആണല്ലേ? അത് നടക്കും. അപ്പൊ അങ്ങനെ പാടുന്ന ഒരു IAS ഓഫീസർ ആവട്ടെ. അതെ, പാടുന്ന IAS Yes. ഒത്തിരി വിഷസ് ആയിന്ന്. അതെ. Okay, all the best. എന്തൊക്കെ കാര്യങ്ങളാണ് തൽക്കാലം നടക്കാറുള്ളത്. നമുക്ക് പോയി പാട്ട് പഠിയാ സമാധാനായിട്ട്. ഓക്കെ, ബൈ. ഏതു വഴി പോകണം. ടാറ്റാ. മധുങ്ങളെ, ഓ നമ്മുടെ ചെന്നൈ അമ്പത്തൂർ സിംഗം എത്താൻ yes. പോവാണ്. അമ്പത്തൂർ സിംഗം. അമ്പത്തൂർ സിംഗം ആരാണ്? അമ്പത്തൂർ സിംഗം റൈക്ക. ആ, റൈക്ക. ആ. സിംഗളാ വരും. கூப்பிடுங்க. ആര്? റൈക്ക ബേബി. அம்பத்தூர் ரைக்காவை கூப்பிடுங்க. വെൽക്കം റൈക്ക കുട്ടി ഓൺ സ്റ്റേജ്. റൈക്ക കുട്ടി, ഹലോ. வணக்கம் எப்படி இருக்கீங்க? சூப்பர். சூப்பர், பார்த்தாலே தெரியறது. அழகா இருக்க. அழகான சேலை கட்டி வந்திருக்காங்க. മധുകളുടെ ടോൺ കംപ്ലീറ്റ് മാറും. பாவாடையாக்கும். பாவாடையாக்குமா? ஓ വടയാക്കും. ஓ சரி சரி சரி. റൈക്ക, പക്കത്തില് ആരാ ഇருக்கு? மீனாட்சி പക്കത്തില് சேச்சி. അഴകാന രാക്ഷസി. அழகான ராட்சசியே. അഴഹാന ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിനാ ചേർത്തത്. ആയിക്കോട്ടെ. വേറെ മലയാളത്തില് വിഷമിക്കണ്ടെന്ന് എഴുതിയാക്കിയതാ. മതി, മതി. இன்னைக்கு என்னோட ஆத்துல இருந்து பாட்டி அம்மாயிர் என்னோட தங்கையெல்லாம் வந்திருக்கா. அதான் பார்த்தாலே தெரியறது. வணக்கம், நமஸ்காரம். എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. പാട്ട് പാട്ടി വന്നിരിക്കില്ലേ? பாட்டியோட பேர் என்ன? ലത. லதா. லதா. ஓகே. ചേച്ചി സുഖമായിരുന്നു? സുഖല്ലേ? തമിഴ് വന്ന് കൊഞ്ചം കൊഞ്ചം தெரியும். எனக்கு மலையாளம் நன்னா தெரியும். அப்புறம் வேற என்ன வேணும்? നമ്മളാണ്. அம்மாவை பேரு ரோஹிணி. ரோஹிணி. அதுதான் உங்களோட நட்சத்திரமா? எஸ். என் பெரிய பையனோட நட்சத்திரம் அதுதான். ரோஹிணி. ரோஹிணி. മലയാളം നല്ല தெரியுமா? മലയാളം അറിയും. மலர்வதி. പിന്നെ എന്താ കുഴപ്പം? തമിഴ്. ഒരു കുഴപ്പമില്ല. எல்லாருக்கும் அறியாம். പക്ഷേ எனக்கு கொஞ்சம் കുറച്ച് അറിയാം. கம்ஃபர்டபிள் எங்க தமிழ் தான். தமிழ் தானே? ஆ. ஓ அது சரி. Okay. തമിഴ് வந்து ரொம்ப ஸ்வீட் லாங்குவேஜ் இல்ல? ആ. ஆ. மலையாளத்தோட அம்மா இந்த மாதிரி எஸ். தாய்மொழி. തായ്മൊഴി. തായ്മൊഴി. Very என்னோட beautiful. தங்கைக்கு மலையாளம் தெரியவே தெரியாது. தெரியவே தெரியாதா? தங்க பேர் என்ன? ரியா. ரியா. ஓ பாட்டு கத்துக்கிறீங்களா? எங்க இருந்து? யார்கிட்ட இருந்து? சரஸ்வதி மாமி. സരസ്വതി മാമി. ஓகே ஓகே. നല്ല രസം വേണ്ടുന്ന കേൾക്കാനല്ലേ? റിയ ഇപ്പൊ ഇത് ക്ലാസ്സില് யூகேஜிபி. கொஞ்சம் பெரிய கிளாஸ்ல. ബിഗ് ഗേൾ. ஆமா. ബിഗ് ഗേൾ താനേ. ബിഗ് ഗേൾ. நான் என்னோட தங்கையும் 72 மேலக்கர்த்தா ராகா சொட்டு ஸ்ட்ரெச்சில் പറയുമോ? இதெல்லாம் நான் கேள்விப்பட்டது. രണ്ടുപേരും ഒന്നിച്ചു പറയൂ. ஒன்னிச்சு. ഒന്നിച്ചു പറയൂ. ஆ. എന്നാ പോരെ. நான் சொல்றது கேட்டு கேட்டு அவளும் படிச்சாள். ஓ அப்படியா? ஆ. அப்ப அந்த தங்கைக்கு மைக்கு கொடுங்க. സ്റ്റേജിലേക്ക് വിളിക്കാം. தேவா. ரியாவா. ആ. மேடையில இருங்க, மேடையில. வா. மேடைக்கு வாங்க, மேடைக்கு வாங்க. എന്ത് ചിരിച്ച വരുന്നത്. മധു, ആ. ഇവിടെ ഒരു മേളകർത്ത രാഗത്തിന് എന്റെ പേര് ശരിക്കും അറിഞ്ഞൂടാ. അപ്പോഴാണ് ഇവിടെ 72. അതെ. റെഡിയാ? ரெடி. 1 2 3 4. కనగాంగి, రత్నాంగి, గానమూర్తి, వనస్పతి, మానవతి, తనరూపి, సేనావతి, హనుమతోరి, ధేనుక, నాటకప్రియ, కోకిలప్రియ, రూపవతి, గాయకప్రియ, వక్లాభరణం, మాయామాళవగౌళ, చక్రభాగం, సూర్యకాంతం, హడ్డగాంబరి, జంకారధ్వని, నతభైరవి, కీరవాణి, కల్కరప్రియ, గౌరీ మనోహరి, వర్ణప్రియ, మారరంజని, చార్కేశి, సరసాంగి, హరికాంబోజి, ధీర శంకరాభరణం, నాగానందిని, యాగప్రియ, రాఘవదిని, గాంగేయభూషణి, వాగాదీశ్వరి, సూలిని, చల్నాథ, సాలగం, జలార్ణవం, జాలవరాళి, నవనీతం, పావని,
രഘുപ്രിയ, ഗാവംബോധി, ഭവപ്രിയ, ശുഭപന്തുവരാളി, ചർവിതമാർഗിനി, സുവർണാംഗി, ദിവ്യമണി, ധവളാംബരി, നാമനാരായണി, രാമപ്രിയ. തെറ്റിച്ചോ? എന്നാച്ച് രാമപ്രിയ, തപ്പ. കാമവർദ്ധിനി, രാമപ്രിയ, ധവളാംബരി. சொல்லு சொல்லு சொல்லு. ആ என்னாச்சு? അപ്പേ, തപ്പ. ധവളാംബരിയിல இருந்து சொல்லு. ധവളാംബരി, ധവളാംബരി, രാമനാരായണി, കാമവർദ്ധിനി, രാമപ്രിയ, കമലശ്രമ, വിശ്വാംബരി, ശ്യാമലാംഗി, ഷൺമുഖപ്രിയ, സിംഹനവടിവം, ഹേമാവതി, ധർമ്മവതി, നീതിമതി, കാന്തമണി, ഋഷഭപ്രിയ, ലതാംഗി, വാചസ്പതി, മേഘകല്യാണി, ചിത്രാംബരി, സുചരിത്രം, ജ്യോതിസ്വരൂപിണി, ധാതുവർദ്ധിനി, നാസികാഭൂഷണി, കോസലം, രസികപ്രിയ. സൂപ്പർ സൂപ്പർ, കലക്കി കലക്കി. അയ്യോ എന്ത് രസം. அவள் லத்தாங்கி சொல்றப்போ பாட்டியை எப்பவுமே பார்த்துப்பாள். ஆத்துல டெய்லி சொல்றதுண்டு. அப்போ லத்தாங்கின்னு കത്തി ഓ, അത് ശരി. പല ലോക അത്ഭുതങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അതിന്റെ അപ്പുറത്തുള്ള ഒരു അത്ഭുതമാണ്. അതെ. Yes. താങ്ക് യു. നമ്മൾ ശരിക്ക് അച്ഛനെയും അമ്മയും കൂടെ പറയണം. അവരാണ് ഇത് ആ രീതിയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. അത് ഗംഭീരമാണ്. Yes. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ ഹെറിറ്റേജ്, നമ്മുടെ മ്യൂസിക് ഹെറിറ്റേജ് എന്ന് പറയുന്നത് അത് ഇൻവാല്യുബിൾ ആണ്. ആ ഹെറിറ്റേജിനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവരത് ഏറ്റു പറയുന്നു, ഏറ്റു പാടുന്നു. നാളത്തേക്ക് അവർ ഈ സംഗീതം കരുതി വെക്കുന്നു. അതിനപ്പുറം ഗ്രേറ്റ്നെസ് എന്താണ്? അപ്പോൾ യു ആർ ഗ്രേറ്റ് കേട്ടോ. Yes, ഗ്രേറ്റ് പേരന്റിങ്, അതാണ് പറയേണ്ടത്. Correct. That is wonderful. Yes. எனக்கு ஒரு கம்ப்ளைண்ட் சொல்லறதுக்குண்டு. யார்கிட்ட? யாரோட அப்பாவும் கம்ப்ளைண்ட்? அம்மையும் என்ன பத்திச்சிருக்கா. என்னாச்சு? അയ്യോ. ஃபர்ஸ்ட் லெவல் ஆடிஷன் கழிஞ்சு செலக்ட் ஆனா நான் உனக்கு ஒரு gift வாங்கி தரேன்னு சொன்னா. சரி. வாங்கி தரல. ஏமாத்திட்டு இருக்காங்க. ஓ. செகண்ட் லெவல் கழிஞ்சு வாங்கி தரேன்னு சொன்னா வாங்கி தரல. ஆ. ஃபைனல் லெவல்ல நீ செலக்ட் ஆனா எல்லாமே வாங்கி தரேன்னு சொன்னா ஒண்ணுமே வாங்கி தரல. ஆ. நீங்களே சொல்லுங்க எனக்கு எப்ப வாங்கி தரணும். சரி, என்ன gift தர்ற சொல்ல? எனக்கு வந்து ஒரு டால் மேல ரொம்ப ஆசை, லபூபு சொல்லிட்டு. ஆஹா. அது வந்து கொஞ்ச நாள் பூபுடோ. ஓ. அது வந்து ரொம்ப கிட்டும் ட்ரெண்டிங்கா கிட்டும் கிட்டும் போயிருந்தது. கிட்டும் கிட்டும். அது வந்து விலை ஜாஸ்தின்னு வாங்கியே தரதில்ல. அப்படியா? அല്ല, விலை ஜாஸ்தி அல்ல, அவள் லபூபு டாயாக்கும் கேட்டா ஆ, அந்த டாயை பார்த்தாலே பயமா இருக்கு. அப்படியா? கியூட்டான டால் அவ. அது எல்லா இடத்தும் வந்து சோல்ட் அவுட்டா. எனக்கும் இவாளும் தேடிட்டு இருக்காங்க அது. ஆமா. അല്ല, ഞാൻ ആക്ച്വലി ഗൂഗിളിൽ റിവ്യൂ பார்த்தப்ப അത് നെഗറ്റീവ്, അത് என்ன? നെഗറ്റിവിറ്റി அது വരുന്നു சொன்னா. அப்படியா? அப்போ நல்லபடியா பாவம் செலக்ஷன் எல்லாம் கிடைச்சிருக்கே, அந்த டாலை வாங்கி கொடுத்துட்டேன். அது கூட போக வேண்டாம். ஆமா. அதனால வந்து நோ சொல்லிருக்கு. അപ്പൊ വേറെ ഗിഫ്റ്റ് മാറ്റിയേ വാങ്ങി തരും അല്ലേ? അവൾ ചോദിച്ചത് കൊണ്ട് അടുത്ത എപ്പിസോഡിലേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. ആ, gift കൊടുക്കുന്നതാണ്. ആ ഗിഫ്റ്റ് ഇവിടെ തന്നെ ഈ വേദിയിൽ ഈ വെച്ച്. വേദിയിൽ Yes. ഈ ഫ്ലോറിൽ വെച്ച് കാരണം കൊടുക്കുന്നത്. ഞങ്ങൾക്ക് സാക്ഷികൾ വേണം. തീർച്ചയായും. மினிமம் 3 சாட்சிகள் ரெடி. So, Raika, இந்த request project வந்து successful. സക്സസ്ഫുൾ. Okay. அப்ப இப்ப பாட்டு என்ன பாட்டு பாட போற? மனசின் மடியிலே. ரொம்ப ரொம்ப Very good. பியூட்டிஃபுல் சாங் இல்லையா? ஆமா. டீடைல்ஸ் சாங் மனசின் மடியிலே. ஆ. மூவி மானத்தே வெளித்தேரு. இயர் 1994. கம்போசர் ஜான்சன் மாஸ்டர். லிரிசிஸ்ட் ஷிபு சக்கரவர்த்தி சார். பாடியது வாணி ஜெயராம் அம்மா. വെരി ഗുഡ്. ആരംഭിക്കലാമാ? ஆரம்பிக்கலாம். All the best, Raika baby. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. All the best. Thank you. சா ரீ கா மா பத பத பா பத பத பா சா ரீ கா மா பத நீ சா சா ரீ கா மா பத நீ சா சா நீ த
നൈസ് നൈസ് ഗുഡ് താങ്ക് ഗുഡ്. യു. റൈക്ക ബേബി യെസ്, എന്ത് തോന്നുന്നു പാടിയിട്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ല. ആ. ഹാപ്പി ആണോ? ഹാപ്പിയാ. എനിക്ക് ആദ്യം പാടിയ സ്വരം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൺ പോയിന്റ് ആയിട്ട് തോന്നിയിട്ട്. താങ്ക് യു. ആ, ഇതാരാണ്? ഞങ്ങൾ ഇവിടെ വന്നിരുന്നോട്ടെ. ഒരു ജഡ്ജും കൂടെ ഉണ്ട് കേട്ടോ. അതെ. 4 പേരാണ് ജഡ്ജ് ചെയ്യണത്. ആ സ്വരം കിടിലനായിരുന്നു. താങ്ക് യു. പക്ഷെ അതുപോലെ നമുക്ക് ശ്രുതി ചേർന്ന് അങ്ങോട്ടേക്ക് എത്തിയോന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നെ മെല്ലെ പല്ലവിയും ഇതൊക്കെ കടന്നു വന്നപ്പോ ചെറിയൊരു ഒരു എന്താ ചാഞ്ചാട്ടം. അതെ, ഒരു ചാഞ്ചാട്ടം ചെറുങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, അല്ല നോക്കിയാ ബാക്കിയൊക്കെ ഭയങ്കര രസമായിട്ട് താങ്ക് കുഞ്ഞു യു. പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. എനിക്ക് റൈക്കയുടെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. ഭയങ്കര ഒരു സിൽക്കി വോയിസ്, Yes, yes, yes. ഒഴുകുന്നത് ഇങ്ങനെ കാണാം, അതിങ്ങനെ പോകുന്നത് കാണാം, അത് പൊട്ടാതെ പൊടിയാതെ ഇങ്ങനെ സ്മൂത്ത് ആയി പോകുന്നത് കാണാം. താങ്ക് യു. ബ്യൂട്ടിഫുൾ വോയിസ്. All the best, baby. യെസ്, താങ്ക് യു. ரைக்கா குட்டி, യെസ്. இந்த பாட்டு பாடினதுக்கு அப்புறம் என்ன தோணுது? കുഴപ്പമില്ല. நல்லா பாடினீங்க. താങ്ക് യു. இப்போ சொன்ன மாதிரி அந்த ஸ்வரம் ரொம்ப நல்லா இருந்தது, அழகா இருந்தது. താങ്ക് യു. அதுக்கப்புறம் இந்த தேர்ட் லைன், கனவாய் மிழிகளை தழுகாம் ஞான், அது கொஞ்சம் பாடுங்க. കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ. அது சில டைம்ல இப்போ கூட கொஞ்சம் கூட பெர்ஃபெக்ஷன் வந்தா நல்லா இருக்கும்னு நான் அப்படி ஒரு ഓക്കെ. കനവായി മിഴികളെ തഴുകാം ഞാൻ 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 அங்க கொஞ்சம் ஒரு வைப்ரேஷன் வருது பாடும்போது, ഓക്കെ. அது ஸ்டெடி ஆகணும். என்டையர்லி Yeah, வீக். அது வந்து yes, yes. மைக் பொசிஷனை கூட எஃபெக்ட் பண்றது அது. ஆமா ஆமா கொஞ்ச நேரம் அது வந்து തഴുകാം ഞാൻ വരുമ്പോഴത്തേക്ക് മൈക്കും കൂടെ മൊത്തത്തിൽ എനർജി അങ്ങ് ഡൗൺ டவுன் ആവും. ஆகுது. அப்ப அது கொஞ்சம் பாத்துக்கோங்க. ഓക്കെ. வேற அவ்வளவு பிரச்சனை எனக்கு தோணல. ரொம்ப நல்லா பாடுது. கொஞ்சம் கூட Thank you. கொஞ்சம் கூட இந்த மேட்டர் மட்டும் கொஞ்சம் கவனிச்சிருங்க. ഓക്കെ. ஓகே. ഓക്കെ. பாக்குறதுக்கும் ரொம்ப இன்னசென்ட்டா இருக்கு, அந்த താങ്ക് യു. வாய்ஸும் ரொம்ப இன்னசென்ட்டா இருக்கு. താങ്ക് യു. ரியா எப்படி அக்கா அப்படி பாடினாங்க? பிடிச்சிச்சா? பிரியா எப்படி? நல்லா இருந்துச்சா? ரொம்ப நல்லா இருந்துச்சா? ரொம்ப 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 நல்லா இருந்துச்சா? எப்படி சொல்லு, எங்க இருந்து நல்லா இருந்தது? எந்த இடத்துல? எந்த இடத்துல? நல்லாதான் இருந்துச்சு. இருந்துச்சு. ஓகே ஓகே, அது போதும், அது கேட்டா போதும். ரைக்கா, எனக்கு கூட அதுதான் ഇത് തോന്നിയത്. മലയാളം തമിഴും കൂടെ ഒന്നിച്ചു വരും, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ പറയാം, അതല്ലേ നല്ലത്. അയ്യോ, ജോൺ ചേട്ടൻ എവിടെയാണ് എന്ന് നമുക്ക് അറിഞ്ഞൂടാ ശരിക്കും. പക്ഷെ ജോൺ ചേട്ടാ, ഈ പാട്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു അനുഭവമാണ്. നമുക്ക് ഈ അനുഭവങ്ങൾ പാട്ടുകളായിട്ട് തന്നുകൊണ്ടേയിരിക്കുന്ന, ഇനി നമ്മൾ ഉള്ളിടത്തോളം കാലം തന്നുകൊണ്ടേയിരിക്കുന്ന ജോൺ ചേട്ടന് കടപ്പെട്ടിരിക്കുന്നു നമ്മളെല്ലാവരും. അപ്പൊ അതുകൊണ്ട് ടോപ്പ് സിംഗറിലെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടുകളിൽ ഒന്നാണ് ഈ പാട്ട് ഇവിടെ അവതരിപ്പിച്ചത്. റൈക്ക, യു സാങ് വെരി വെൽ. താങ്ക് യു. മോള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഫുൾ ത്രോട്ടഡ് വോയിസിന് ആവശ്യമില്ല. എവിടെയാണ് നമ്മൾ ഫുൾ ത്രോട്ടഡ് വോയിസ് കൊടുക്കേണ്ടത്, എവിടെയാണ് മെലോ ആക്കേണ്ടത്. പല സ്ഥലത്തും നമ്മൾ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ വരുമല്ലോ. ഞാനിപ്പോ മീനുട്ടി എന്ന് വിളിക്കുമ്പോ എന്റെ ശബ്ദം ഉയരും, അല്ലേ? പ്രിയ, മീനുട്ടി, പ്രിയ എന്ന് വിളിക്കുമ്പോ ശബ്ദം താഴും, അല്ലേ? ഞാനിവിടെ അടുത്ത് നിന്ന് റിയ എന്ന് വിളിച്ചാൽ വോയിസ് മോഡുലേഷൻ, അതാണ് മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ നമ്മൾ പാടുമ്പോഴത്തേക്കും ഹൗ ടു മോഡുലേറ്റ്, അതാണ് ടോപ്പ് സിംഗർ എന്ന് റൈക്ക കുട്ടി പഠിക്കേണ്ടത്. ഇപ്പൊ പകലൊളി മായുമ്പോൾ ഒന്ന് പാടിക്കേ. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ. ഈ വഴിയിൽ എന്നുള്ളതല്ലേ, വഴിയിൽ നീ, ആ നീ എന്നൊക്കെ ഉള്ളത് സോഫ്റ്റ് ആക്കും. ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ. അപ്പൊ വ്യത്യാസം മനസ്സിലായോ? അവിടെ അങ്ങനെ പാടിയപ്പോഴത്തേക്കും എത്ര സുന്ദരമാകുന്നുണ്ട് മ്യൂസിക്, എത്ര സുന്ദരം ആകുന്നുണ്ട് ആ പാട്ട്.
അതാണ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. അത് ശ്രദ്ധിക്കുക. നേരത്തെ ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിനുള്ള ഉത്തരം ഈ പാട്ടിന്റെ വരിയിൽ തന്നെ ഉണ്ട്. അപ്പടി ഇருக்கு. എന്നാ ഏതുമേ താങ്ങുമീ ഭൂമി ഞാൻ അല്ലയോ എന്ന് അമ്മ പറയുന്നു. അമ്മാന്ന് சொன்னா ആര്? അവർ താൻ ഭൂമി മാതിരി താങ്കരുത്, എല്ലാമേ താങ്കരുത്. അപ്പൊ അമ്മാവുക്ക് തെരിയും ഏത് നല്ലത്, ഏത് കൊടുക്കണം, ഏത് കൊടുക്ക വേണ്ട. ഇതെല്ലാം അമ്മാവൊക്കെ തെരിയും. എല്ലാം ഉനക്കാകതാണ്. അമ്മ സെൽഫ്ലെസ് പേഴ്സൺ. தெரிஞ்சதா? அதனால தானே எப்போ அந்த கிஃப்ட் கிடைக்கணுமோ ஒரு கிஃப்ட் இல்ல 1000 கிஃப்ட் அவர் கொடுக்கும். ഭൂമിയെ ഞാൻ ഇപ്പൊ പറഞ്ഞേക്കും. அம்மா அப்பா கொடுக்கறது அந்த கிஃப்ட்டுக்கு மேலே வந்து அங்கிள் ஒரு கிஃப்ட் கொடுக்கும். நெக்ஸ்ட் பெர்ஃபார்மன்ஸுக்கு வரும்போது கொடுக்க போறேன். ஓகே ஓகே டீல் டீல். எஸ். இனி என்ன வேணும்? மார்க் வேணுமா? இன்னைக்கு கிடைக்கிற மார்க் 96.5 out of 100. Thank you. அப்ப gift வர போறேன் நெக்ஸ்ட் செஷன்ல. ஓகே. இங்க இங்க இங்க. ബൈ ബൈ. Thank you. ബൈ. Bye. Bye bye. Bye. നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളൊക്കെ കേട്ട് കേട്ട് അങ്ങനെ സമയം പോയത് നമ്മൾ ആരും അറിഞ്ഞില്ല. ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ആരും വിഷമിക്കണ്ട, നാളെ നമ്മൾ ഇതേ സമയം ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളുമായിട്ട് കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റാ ബൈ. സീ യു.